പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നിന്റെ ജീവിതം തകർന്നതുപോലെ തോന്നുന്നുണ്ടോ? മനുഷ്യർ അവസാനമെന്ന് കരുതുന്നിടത്ത് ദൈവം പുതിയ തുടക്കം എഴുതുന്നു. ദൈവം ഏറ്റവും മനോഹരമായ കഥകൾ എഴുതുന്നത് തകർന്ന പേജുകളിലൂടെയാണ്. ദൈവം ഒരിക്കലും തകർന്ന ജീവിതങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. അവയെ അവൻ അത്ഭുതകരമായ സാക്ഷ്യങ്ങളാക്കുന്നു. ജോസഫ്, സഹോദരന്മാർ അവനെ വെറുത്തു, കുഴിയിലേക്ക് തള്ളിക്കളഞ്ഞു, അടിമയായി വിറ്റു, പിന്നീട് തടവറയിൽ പോലും അടച്ചു. ജീവിതം തകർന്നതുപോലെ തോന്നിയെങ്കിലും ദൈവം അവന്റെ ജീവിതം ഉപയോഗിച്ചു. അവസാനം അവൻ രാജ്യത്തിന്റെ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു. അനേകം ആളുകളുടെ രക്ഷയ്ക്ക് കാരണമായി. ദൈവത്തിന്റെ കൈകളിൽ തകർന്നതുപോലും മഹത്വമാകും. ട്രസ്റ്റ് ദ പ്രോസസ്. ഡേവിഡ്, ആരും ശ്രദ്ധിക്കാതൊരു ചെറിയ ഇടയനായിരുന്നു ദാവീദ്. പക്ഷെ ദൈവം അവന്റെ ഹൃദയം കണ്ടു. ഒരു ചെറിയ കല്ലുകൊണ്ട് അവൻ ഒരു ജയന്റിനെ വീഴ്ത്തി. പിന്നീട് ദൈവം അവനെ ഒരു രാജ്യത്തിന്റെ രാജാവാക്കി. ദൈവം ചെറിയവരെയും വലിയവരാക്കുന്നു. ട്രസ്റ്റ് ദ പ്രോസസ്. യോബിന്റെ ജീവിതത്തിൽ ഒരുമിച്ചായി എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്തും കുടുംബവും ആരോഗ്യവും. എന്നാൽ അവൻ ദൈവത്തെ വിട്ടില്ല. പരീക്ഷണങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവന്റെ ജീവിതം ഇരട്ടിയായി അനുഗ്രഹിച്ചു. ദൈവം നഷ്ടത്തെ അനുഗ്രഹമാക്കി മാറ്റും. ട്രസ്റ്റ് ദ പ്രോസസ്. മോശെ ഒരിക്കൽ പേടിച്ച മനുഷ്യനായിരുന്നു. മരുഭൂമിയിൽ വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ദൈവം അവനെ വിളിച്ചു, ഒരു വലിയ ദൗത്യം നൽകി. അവൻ ജനങ്ങളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. ദൈവം വിളിക്കുമ്പോൾ ജീവിതം മാറും. ട്രസ്റ്റ് ദ പ്രോസസ്. പത്രോസ് ഒരിക്കൽ യേശുവിനെ 3 പ്രാവശ്യം നിഷേധിച്ചു. അതൊരു വലിയ വീഴ്ചയായിരുന്നു. പക്ഷെ പിന്നീട് ദൈവത്തിന്റെ കൃപയാൽ അവൻ ശക്തനായ ശിഷ്യനായി മാറി. പീറ്റർ ദ അപ്പോസ്റ്റൽ. വീഴ്ചയ്ക്ക് ശേഷവും ദൈവം നമ്മളെ ഉയർത്തും. ട്രസ്റ്റ് ദ പ്രോസസ്. പൗലോസ്, ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനായിരുന്നു പൗലോസ്. എന്നാൽ ദൈവം അവന്റെ ജീവിതം മാറ്റി. പിന്നീട് അവൻ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിച്ച അപ്പോസ്തലനായി മാറി. ദൈവം ഹൃദയം മാറ്റുമ്പോൾ ചരിത്രം മാറും. ട്രസ്റ്റ് ദ പ്രോസസ്. ദൈവത്തിന്റെ കൈകളിൽ തകർന്നതും മനോഹരമാകും. ഇന്ന് നിനക്ക് മനസ്സിലാകാത്ത വഴികൾ പോലും നാളെ അനുഗ്രഹമായി മാറും. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ട്രസ്റ്റ് ദ പ്രോസസ്. ഗോഡ് ബ്ലെസ് യു ഓൾ.